ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം കുട്ടികളോട് നമ്മൾ എന്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പാരൻസ്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്പാരിസൺ, അതായത് ആ കുട്ടി അങ്ങനെ ചെയ്തു, ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, അവനെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ അവളെ കണ്ട് പഠിക്കുക എന്നുള്ളത് ഒരിക്കലും അത് ഒരു ശരിയായ ഒരു കറക്റ്റായ ഒരു വേർഡിങ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്ക്, ആ കുട്ടികൾക്ക് നമ്മളോടൊരു ഒരു ദേഷ്യം തോന്നുകയും ഈ കൺസേൺഡ് വ്യക്തി, അത് ആരെയാണോ നമ്മൾ കമ്പാരിസണിലിട്ട് അയാളോടും വളരെ മോശമായ ഒരു സമീപനം ആ കുട്ടിക്കുണ്ടാകാം. നമ്മളെല്ലാവരും യുണീക്കാണ്. എന്താണ് യുണീക്ക്? അത് വ്യത്യസ്തരാണ്. നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്താഞ്ഞിട്ടാണ്, അതായത് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്താഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ പോകുന്നത്. ഒരിക്കലും ആ ഒരു കാര്യം നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കമ്പാരിസൺ. രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഷൗട്ടിങ്, അതായത് നമ്മൾ ആസ് എ പാരൻസ് നമുക്ക് അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരാം. ഒരു ഡിപ്ലോമസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ചിലപ്പോഴൊക്കെ ദേഷ്യത്തിൻ്റെ കൂടെ സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് പങ്കുവെച്ച്, അതായത് ഒരു മൾട്ടിപ്പിൾ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് വേണം കൊടുക്കാൻ. എപ്പോഴും നമ്മൾ ഷൗട്ട് ചെയ്യാനുള്ള പ്രശ്നം, ആ ഷൗട്ടിങ്ങിൽ ഇപ്പോൾ തീരെ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർ പേടിച്ചു പോകും. അവരിൽ എന്താണോ കലയിരിക്കുന്നത്, അവർക്ക് എന്താണോ നമ്മളോട് പറയാൻ പറ്റുന്ന കാര്യം അവർ ചിലപ്പോൾ പറയാതെ പോകും. അങ്ങനെ അതിശക്തമായ ഒരു അറസ്റ്റിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതൊരു ഇൻറ്റേർണൽ സ്ട്രെസ്സായി കിടക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മളോട് വന്നിട്ട് പേടിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, പഠിക്കാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഷൗട്ടിങ്, ഓവർ ഷൗട്ടിങ്, അത് നമുക്കും കുഴപ്പമാണ്. ഓവർ ഷൂട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈപ്പർ ടെൻസീവ് ആകും. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതൊരു സൈഡ്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മുടെ കുട്ടികളോട് ഇത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ എന്ന് പറയുന്ന ഒരു കാര്യവും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ തോന്നും, അതായത് ഓക്കെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നുള്ള രീതി അവിടെ വരും. അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ കാര്യങ്ങൾ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതായത് വേറെ നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് പറയുന്നു, അതായത് നീ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നമ്മളത് ചെയ്യുന്നു. നമ്മുടെ ആസ് എ പാരൻസ് നമ്മൾ ചെയ്തു. ഫോർ എക്സാമ്പിൾ എന്താണ്, നീ വലുതാകുമ്പോൾ സീറ്റ് വലിക്കരുത്, കള്ളു കുടിക്കരുത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വെക്കുക. പക്ഷെ നമ്മളും അത് പാലിക്കുന്നുണ്ടോ അത് നോക്കണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം അവരോട് പറയുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളും ആ രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ വേറൊരു സംഭവം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം, നീ 10ാം ക്ലാസ് ജയിച്ചാൽ അല്ലെങ്കിൽ നീ ഹയർ സെക്കൻഡറി ജയിച്ചാൽ നിനക്ക് ഞാൻ ബൈക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ആ കുട്ടി ആവശ്യപ്പെടുന്നു എനിക്കൊരു സംഭവം മേടിച്ച് തരണം, എങ്കിൽ മാത്രമേ ഞാനിത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പലപ്പോഴും പറ്റുന്നൊരു അബദ്ധം അതാണ്. അതായത് നീ ഇത് ചെയ്തുകൊണ്ട് വന്നാൽ ഞാനിത് ചെയ്തു തരാം എന്ന് പറയാം. നാളെ വലുതാകുമ്പോൾ കുട്ടിയും നമ്മളോട് ചോദിക്കും, അച്ഛ അല്ലെങ്കിൽ അമ്മ എനിക്കിത് ഈ സംഭവം എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ നോക്കത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അവർ ഒരു അച്ചീവ്മെൻറ്റിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാം. അവരറിയാതെ ആയിരിക്കണം നമുക്ക് അവർക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ. അല്ലാണ്ട് നീ ഇത് ചെയ്താൽ ഞാനത് വാങ്ങിച്ചു തരാം, അതൊരിക്കലും പാടില്ല. നാളെ അവർ ഈ ഒരു ഇതായിരിക്കും ശരിയെന്ന് വിചാരിച്ച് നമ്മളോട് ചോദിക്കും, അച്ഛനോ അമ്മയോ കുറേ വസ്തു എനിക്ക് തന്നാൽ മാത്രമേ ഞാനിത് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളോട്ട് പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അങ്ങനെ പല രീതിയിലുള്ള ഒരു സംസാരത്തിലും നമ്മൾ ചില വാക്കുകൾ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത്. ഓക്കെ, ആയിരിക്കാം. പക്ഷെ അത് എപ്പോഴും കുട്ടിയോട് പറയേണ്ട കാര്യമില്ല. നമുക്ക് പറയാം, ഒരു കഥ പോലെ നമുക്ക് പറയുന്നുണ്ട്, തെറ്റില്ല. അതും അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യും. അതേപോലെ നമുക്കൊരു കാര്യം നടത്തി കൊടുക്കുമ്പോഴത്തേക്കും ഞാനിത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നടത്തി തന്നെ, അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കാം. എന്നാലും ആ ഒരു സംസാരത്തിൽ ഓക്കെ, ഞാൻ നിന്നെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, മോളെ നിന്നെ ഞാൻ ലവ് ചെയ്യുന്നത് കൊണ്ടാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇത് മോന് വേണ്ടി മോക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ വരണം കാര്യം. ഇപ്പോൾ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രി പഠിക്കുന്നു. അപ്പോൾ നമ്മൾ നീ പഠിച്ചാൽ നിനക്ക് നല്ലത്, ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാലം, പഠിച്ചാൽ നീ തന്നെ നിന്റെ ഫ്യൂച്ചറാണ്. ആ വാക്കുകൾ വേണ്ട. എന്താണ് മോനെ, എന്താണ് മോളെ, ഞാനും കൂടെ ഇരിക്കണമോ, അച്ഛനും കൂടെ ഇരിക്കണമോ,
അവരെ കൂടെ ഗ്രൂപ്പായിട്ട് അവരിൽ ഒരാളായി വേണം അവരോട് സംസാരിക്കാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മളോടൊരു അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ്. അവരെ നമുക്ക് പനിഷ്മെൻറ്റ് കൊടുക്കാം, ശാസിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അതെല്ലാം ഒരു കൂട്ടായ്മയിൽ കൂടി അവർക്കൊരു വെറുപ്പ് വരാതിരിക്കാൻ വേണ്ടി, അവർക്കൊരു വൈരാഗ്യം വരാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ. ഇങ്ങനെ പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതില്ലെങ്കിൽ ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടും എന്ന് പറയും, അതും പാടില്ല. അതായത് അവിടുത്തെ സിറ്റുവേഷൻ, ഹോസ്റ്റലിലെ സിറ്റുവേഷനും കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കാം. ഒരു നല്ല ദിവസം വരട്ടെ, ഒരു ബർത്ത്ഡേ വരട്ടെ, ഒരു ബർത്ത്ഡേ കേക്ക് അവിടെ പോയി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഈ കുട്ടി കാണട്ടെ, പഠിക്കട്ടെ, അങ്ങനെയൊക്കെ വേണം ഒരു സമീപനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ലവബിളായിട്ട് നമ്മളെ കുട്ടികളെ നമുക്ക് നല്ല ഒരു ഫ്യൂച്ചറിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമസ്കാരം.